പുതിയ വിശേഷങ്ങളുമായി വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നിപ്പോ 3-4 ദിവസങ്ങൾ കഴിഞ്ഞു. വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകുന്ന വഴിക്ക് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് നല്ല തിരക്കായിരുന്നു. തിരക്കെല്ലാം കഴിഞ്ഞ് ഷോപ്പ് ക്ലോസ് ചെയ്തോളാനും പറഞ്ഞ് ഒരു 9:30 കഴിഞ്ഞ സമയത്ത് ഞാൻ ഓറഞ്ചിൽ നിന്ന് ഇറങ്ങി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എത്തിയില്ല. അതിനു മുമ്പ് എതിർ ദിശയിൽ നിന്നും വന്ന ഒരു ബൈക്ക് എന്നെ വന്നിടിച്ചു. ഞാൻ കുറേ നോക്കിയായിരുന്നു ഒഴിഞ്ഞു മാറി പോവാൻ. പക്ഷെ എന്തോ അമിത വേഗത്തിലായിരുന്നു വണ്ടി. ഇടിയുടെ എഫക്റ്റിൽ ഞാൻ തെറിച്ച് റോഡിലേക്ക് വീണു. ഞാൻ നോക്കുമ്പം എൻ്റെ കൈ മുറിഞ്ഞ് നല്ലപോലെ ബ്ലഡ് വരുന്നുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ലെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്നു. കൂട്ടത്തിൽ ആരോ എനിക്ക് വെള്ളം തന്നു. വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഷോപ്പിലുള്ള പിള്ളേർ തന്നെ വന്നിരുന്നു അവിടെ. ഞാൻ അവരോടായിട്ട് പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പോയേക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് തല കറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മുടെ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. സ്റ്റിച്ചിട്ടതിന് ശേഷം എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു വേറെ പൊട്ടലൊന്നുമില്ല. പക്ഷേ ആ ഒരു സൈഡ് അത് ഫുള്ളായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉറങ്ങാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ ക്രിസ്മസിന് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യും, പടച്ചവൻ്റെ പ്ലാനിങ്ങേ നടക്കത്തുള്ളൂ. ഇതിലേറ്റവും സങ്കടം എന്താണെന്നറിയോ? ഇങ്ങോട്ട് വന്ന് ഇടിച്ച ആ ചെങ്ങായിക്ക് ഒന്നൊന്ന് നോക്കാനുള്ള മനസാക്ഷി പോലും ഉണ്ടായില്ല. വണ്ടിയൊക്കെ ആവുമ്പോൾ തട്ടും മുട്ടും ഒക്കെ ഉണ്ടാവും. ഇതിപ്പം ഇന്ന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ് നമ്മൾ നാളെ റോഡിൽ ഇറങ്ങാതിരിക്കത്തൊന്നുമില്ല. നമുക്ക് ഇറങ്ങിയല്ലേ പറ്റൂ. അപ്പം നമ്മൾ ഇനി ഇറങ്ങും. സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും ഉണ്ടായാൽ ഉണ്ടാവുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് വന്ന് ചോദിക്കുക എന്നുള്ള നോർമലായിട്ടുള്ള കാര്യം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ആർക്കും ഒന്നും വരുത്താതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ. കൂടുതൽ എനർജറ്റിക്കായി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.